ഹലോ. നാളെ നമ്മുടെ അമ്പലത്തിൽ പരിപാടി ഉണ്ട്. പ്രതിഷ്ഠാ ദിനമാണ് നാളെ അമ്പലത്തിൽ. അപ്പോൾ ഇന്ന് രാത്രി അവിടെ അങ്ങനെ തായമ്പക നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാത്രിയാണ്, ഏകദേശം രാത്രി എന്നൊന്നും പറയാൻ പറ്റില്ല, ഏകദേശം 6:45 7 മണിയോട് അടുത്തായിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര ഇരുട്ടാണ്, എന്താണെന്നറിയില്ല, ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ ആ തായമ്പക തുടങ്ങണതിൻ്റെ മുന്നേ പോകാൻ വേണ്ടിയിട്ട് ഇതാ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏകദേശം അത്ര ദൂരമൊന്നുമില്ല, ഒരു ചെറിയൊരു ഇടവഴി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡെത്തി. റോഡിൽ നിന്ന് കാണാവുന്ന ദൂരമുള്ള അമ്പലത്തിൽ. അപ്പം അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലു എവിടേക്കേലും പോവുകയാണെങ്കിൽ അല്ലു നടക്കില്ല, അല്ലുവിനെ ആരെങ്കിലുമൊക്കെ എടുക്കണം. അപ്പോൾ ഇതാ അമ്മായിയുടെ ഒക്കത്താണ് ഇന്ന് കയറിയിരിക്കുന്നത്. ഇതാ റോഡെത്തി. റോട്ടിൽ നിന്ന് ഇതാ കാണാവുന്ന ദൂരമാണ് അമ്പലം. ആക്ച്വലി നാളെയാണ് പ്രതിഷ്ഠാ ദിനം വരുന്നത്. ഇന്ന് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പൂമൂടൽ പറഞ്ഞ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇത് രാവിലെ ആയിരുന്നു, രാവിലെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രാത്രി തായമ്പക ഉണ്ട്, അപ്പോൾ അത് കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. അത് അമ്പലമെത്തി. അവിടെ മാമൻ ഇരിക്കുന്നുണ്ട്, അതൊരു ചെറിയൊരു സൈഡ് വലിവ്. തായമ്പക തുടങ്ങി. അല്ലു തായമ്പക കൊട്ട് കേട്ടാൽ പിന്നെ അവൻ ഇനി പേടിയാണ്, ചെറുതായിട്ടൊരു പേടിയാണ് കൊട്ട്. പക്ഷെ കേൾക്കണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനൊക്കത്ത് കയറിയിരിക്കുകയാണ്, ഇറങ്ങുന്നില്ല. സാധാരണ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ അതിലെ ഓടിക്കളിക്കലാണ് പതിവ്. ഇന്നിപ്പോൾ കൊട്ടായതുകൊണ്ട് അവൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ അത് ഞങ്ങൾ കള്ളിപ്പൂ കൊണ്ട് കമ്മലൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്ത് അവന് ഇട്ട് കൊടുത്ത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പോവരുത് എന്നാണല്ലോ. താമ്പൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരമായി, പക്ഷെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്നു. ഭക്ഷണം ഉണ്ടായിരുന്നു, ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ ഞങ്ങളിതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. രാത്രി ഒരുപാട് സമയമായി. ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി കാണും. അപ്പോൾ എല്ലാവരും ഇറങ്ങി വീട്ടിലോട്ട് പോവാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ തന്നെയാണ്, അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഇരിക്കും, എന്നിട്ടൊക്കെ നമ്മൾ വീട്ടിലോട്ട് പോവുള്ളൂ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.